തൗഫീഖ് രാജൻ, ഇവിടെ പ്രധാന വിഷയം ബി.ജെ.പി. മോദി സർക്കാർ നടത്തുന്ന ഈ കഴുത്തുഞെരിക്കലാണ്. ഇവിടെ UDFിൻ്റെ എംപിമാരടക്കം കാണിക്കുന്ന നിരാസത്തെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ചർച്ചകളുണ്ട്. ഈ ഘട്ടത്തിലെങ്കിലും കേരളത്തിൻ്റെ പൊതു താല്പര്യത്തിന് നിങ്ങൾക്ക് ഒന്നിച്ചു നിന്നുകൂടെ? ഇതാണ് ചോദ്യം ചുരുക്കി. സജീഷാദെ, ഇവിടെ ബാക്കിയുള്ളവർക്കെല്ലാം സമയം അനുവദിച്ചിട്ട് എനിക്ക് 3 സമയവും ഞാൻ തർക്കിച്ച് 2 സമയം ഒഴിച്ചിട്ട് ബഹുമാനപ്പെട്ട ജയചന്ദ്രൻ സാറിന് 8 മിനിറ്റും ഒക്കെ അങ്ങ് അനുവദിച്ചു. എനിക്ക് പറയാനുള്ളത് അങ്ങ് പൂർത്തിയാക്കാൻ അനുവദിക്കണം. ഞാൻ വേഗം പറയാം. അതായത് ഇവിടെ കൺസ്യൂമർ സ്റ്റേറ്റ് ആണല്ലോ കേരളം. ഈ കേരളം സംസ്ഥാന സർക്കാരിന്റെ ക്ലെയിമുകൾ, ആ സംസ്ഥാന സർക്കാരിന്റെ ക്ലെയിമുകൾ പലതും വിശ്വാസ്യതാ പ്രശ്നം ഉണ്ടാകുന്നത് കൊണ്ടാണ് ഈ ഗുരുതരമായിട്ടുള്ള ആശങ്കകൾ ഞങ്ങൾക്ക് ഉന്നയിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അങ്ങ് പറഞ്ഞു ഈ കേന്ദ്ര സർക്കാർ പലതരത്തിൽ വെട്ടിക്കുറയ്ക്കുകയും തരംതിരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ശരി, ഞാൻ അതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ബഹുമാനപ്പെട്ട ജയചന്ദ്രൻ സാർ അടക്കം സൂചിപ്പിച്ചു 18 എംപിമാരെ എന്തിനാണ് അവിടെ ചെന്നിരിക്കുന്നത്. അതിനും കൂടിയുള്ള ഉത്തരമാണ് ഞാൻ ഈ പറഞ്ഞു വെക്കുന്നത്. അതായത് കേരളത്തിന്റെ ഏറ്റവും വലിയ ആവശ്യം സമീപകാലത്തുണ്ടായത് മുണ്ടക്കൈ ചൂഴൽ മല ദുരന്തമാണ്. ഇപ്പൊ കേരള നിയമസഭ അടക്കം പ്രതിപക്ഷവും ഭരണപക്ഷവും അടക്കം ഒറ്റക്കെട്ടായി പ്രമേയം അടക്കം അതുമായി ബന്ധപ്പെട്ട് പാസ്സാക്കിയിട്ടുണ്ട് ഫണ്ടുമായി ബന്ധപ്പെട്ട്. അങ്ങനെയെങ്കിൽ കേരളത്തിന്റെ ഏറ്റവും വലിയ ആവശ്യമായ ഈ മുണ്ടക്കൈ ചൂഴൽ മല ഫണ്ടുമായി ബന്ധപ്പെട്ട് എന്താണ് ഡൽഹിയിലെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധിയുടെ നിലപാട് എന്നറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. അത് എന്തുകൊണ്ടാണ് ആ താല്പര്യം എന്ന് കൊടുത്താൽ ഇവർക്ക് കൊടുത്തിട്ടുള്ള ശമ്പളവും ആനുകൂല്യവും എന്തിനാണ് കൊടുത്തത് എന്നുള്ള ചോദ്യം നിലനിൽക്കുന്നത് കൊണ്ടാണ് ശ്രീ ജയചന്ദ്രൻ സാർ. അത് AKG സെന്ററിൽ നിന്നല്ല അവർക്ക് ശമ്പളം കൊടുക്കുന്നത്. അവർക്ക് ശമ്പളം കൊടുക്കുന്നത് കേരള സംസ്ഥാനത്തിന്റെ പൊതു ഖജനാവിൽ നിന്നായതുകൊണ്ടാണ്. ഇങ്ങനെ സങ്കുചിതമാകാതെ ഇങ്ങനെ എന്തൊരു അപഹാസ്യമായ രാഷ്ട്രീയമാണ് താങ്കൾ മുമ്പോട്ട് വെക്കുന്നത്. ഈ മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതരുടെ ദുഃഖം കാണാതെ ഈ പ്രധാനമന്ത്രി ഇവിടെ വന്ന് കുട്ടിയെ എടുത്ത് ഫോട്ടോ ഷൂട്ട് നടത്തി. നിങ്ങൾക്കൊരു വാക്കില്ല. നിങ്ങൾ പറയുന്നത് ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെ ഏൽപ്പിച്ചതാണ്, ഒരു പ്രതിനിധിയെ ഏൽപ്പിച്ച കാര്യമാണ്. ഇതെന്തൊരു ഗതികെട്ട രാഷ്ട്രീയത്തിലേക്കാണ് കോൺഗ്രസ് പോകുന്നത്? തൗഫീഖ് രാജൻ, എന്തൊരു ഗതികെട്ട രാഷ്ട്രീയത്തിലേക്കാണ് നിങ്ങൾക്ക് ഈ പ്രധാനമന്ത്രിയും BJP സർക്കാരും ഈ പാവങ്ങളെ അവഗണിച്ച കാര്യത്തിൽ ഒരു വാക്ക് നിങ്ങൾക്കില്ലേ? ഇല്ലേ തൗഫീഖ്? കോൺഗ്രസ് എംപിമാർ പ്രിയങ്ക ഗാന്ധി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ സംസാരിച്ച ആളാണ്. രാഹുൽ ഗാന്ധി പാർലമെന്റിൽ സംസാരിച്ചിട്ടുള്ള ആളാണ്. ഹൈബി ഈഡൻ പാർലമെന്റിൽ സംസാരിച്ചിട്ടുള്ള. പക്ഷേ പ്രിയങ്ക ഗാന്ധിയുടെ MP ഫണ്ടിൽ നിന്ന് 1 രൂപ ഈ ദുരന്തബാധിതർക്ക് കൊടുത്തിട്ടുണ്ടോ തൗഫീഖ്? ഈ വയനാടൻ MP പ്രിയങ്ക ഗാന്ധിയുടെ MP ഫണ്ടിൽ നിന്ന് 1 രൂപ ഈ ദുരന്തബാധിതർക്ക് കൊടുത്തിട്ടുണ്ടോ തൗഫീഖ്? ഒരു കാര്യം ആഗ്രഹിക്കുന്നു. 18 എംപിമാർക്ക് അപ്പുറത്തേക്ക് 19ാമത് MP ഉണ്ട്, ആലത്തൂർ MP. ആ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട മുൻ ദേവസ്വം മന്ത്രി, അദ്ദേഹം എഴുന്നേറ്റിന്ന് ഈ ധനമന്ത്രി കേരളം പറഞ്ഞ കണക്ക് ധനകാര്യ വകുപ്പ് സഹമന്ത്രി പാർലമെന്റിൽ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു കേരളം പറഞ്ഞ കണക്കുകളെല്ലാം തെറ്റ്. ശരി, നിങ്ങൾ പറഞ്ഞു കേരളത്തിലെ 18 എംപിമാരും വിട്ടില്ല, 19 എംപിമാർ. കേരളത്തിൽ ഒരു MP ഉണ്ടല്ലോ ഈ CPM. ആരാണ് MP? രാധാകൃഷ്ണൻ. അദ്ദേഹം എന്ത് ശബ്ദമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർത്തിയത്? അദ്ദേഹം എന്ത് 18 എംപിമാർ ചെയ്ത കാര്യം പറയൂ. പ്രിയങ്ക ഗാന്ധിയുടെ MP ഫണ്ടിൽ നിന്ന് എത്ര വയനാട്ടിലെ ദുരന്തബാധിതർക്ക് കൊടുത്തു? പറയൂ തൗഫീഖിന് പറയാനുണ്ടോ? എന്ത് ചോദ്യമാണ് ഉണ്ടായിരുന്നത്? ശരി. കേരളത്തിനെതിരെയാണ് ഇപ്പോഴും കോൺഗ്രസ് ആഞ്ഞടിക്കുന്നത്. അത് ബിജെപിക്കും മോദി സർക്കാരിന്റെ ചെയ്തികൾക്കുമാണ് ശക്തി ഊർജം പകരുന്നത് എന്ന് പറയേണ്ടി വരുന്നു എന്നുള്ളതാണ്.